1980കളും 1990കളും രണ്ട് ഇതിഹാസ വ്യക്തികൾ തമ്മിലുള്ള ഗൂഢാലോചനകളുടെയും മാനിപ്പുലേറ്റിൻ്റെയും ഉഗ്രമായ പോരാട്ടങ്ങളുടെയും സമയമായിരുന്നു. അവരായിരുന്നു മനു മാണിക്കും ഹർഷദ് മേത്തയും. അവരുടെ മത്സരം ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ അടിത്തറ തന്നെ കുലുക്കി. തകർന്ന നിയമങ്ങളുടെ ഒരു ചരിത്രപരമായ അഴിമതി. പക്ഷേ ആരായിരുന്നു ഇവർ? എങ്ങനെയാണ് ഇവർ മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്തത്? എന്താണ് ബെയർ കാർട്ടൽ? ബെയർ കാർട്ടലിൻ്റെ യുഗത്തിന് അന്ത്യം കുറിച്ചത് എങ്ങനെയാണ്? ഈ വിലപ്പെട്ട അറിവുകൾ നമുക്ക് പെട്ടെന്ന് പരിശോധിക്കാം. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും എനിക്ക് വിലപ്പെട്ടതാണ്. വെൽക്കം ടു മൈ ചാനൽ ഇൻവെസ്റ്റ് സ്മാർട്ട് കേരള. ഇന്ത്യൻ ഓഹരി വിപണിയിലെ ബ്ലാക്ക് കോബ്ര എന്നറിയപ്പെടുന്ന മനു മാണിക് 1980കളിൽ കുപ്രസിദ്ധനായ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പറേറ്റർ ആയിരുന്നു. മനേക്കിൻ്റെ ലളിതവും എന്നാൽ ഫലപ്രദവുമായ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അവൻ ഓഹരികൾ ഷോർട്ട് സെല്ല് ചെയ്യുമായിരുന്നു. ഓഹരികൾ കടമെടുത്ത് ഉയർന്ന വിലയ്ക്ക് വിൽക്കുക, തുടർന്ന് വിപണി ഇടിഞ്ഞപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് തിരികെ വാങ്ങുക. അന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ എല്ലാവരും ഭയപ്പെടുന്ന ഓപ്പറേറ്ററായിരുന്നു മനു മാണിക്. ഓഹരികൾ ഷോർട്ട് സെല്ല് ചെയ്യുകയും ലാഭത്തിന് വേണ്ടി വില കുറയ്ക്കുകയും ചെയ്യുന്ന മാർക്കറ്റ് മാനിപ്പുലേറ്റർമാരുടെ ഒരു കൂട്ടം ബെയർ കാർട്ടലിന്റെ നേതാവായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്ത നിക്ഷേപകരായ രാകേഷ് ജുൻജുൻവാല, ആർ.കെ. ദമാനി ഇവർ മനു മാണിക്കിന്റെ ബെയർ കാർട്ടലിന്റെ ഭാഗമായിരുന്നു. മനേക്കിന്റെ ബെയർ കാർട്ടലിന് വിപണിയിൽ അവിശ്വസനീയമായ നിയന്ത്രണം ഉണ്ടായിരുന്നു. മിക്ക വ്യാപാരികളും അവനെ ഭയപ്പെട്ടു. അവൻ ഒരു സ്റ്റോക്ക് ലക്ഷ്യമാക്കിയാൽ അതിനെ പലതവണ ഷോർട്ട് സെല്ല് ചെയ്തുകൊണ്ട് ആർട്ടിഫിഷ്യലി അതിന്റെ വിലയെ കുറയ്ക്കുമെന്ന് അവർ അറിഞ്ഞിരുന്നു. ഇത് നേടുന്നതിന് ബെയർ കാർട്ടൽ പലപ്പോഴും മാർക്കറ്റിൽ കള്ളങ്ങൾ പ്രചരിപ്പിക്കുകയോ പരിഭ്രാന്തി സൃഷ്ടിക്കുകയോ വിപണി ശക്തികളെ ഉപയോഗിച്ച് സ്റ്റോക്ക് വില കൃത്രിമമായി കുറയ്ക്കുകയോ ചെയ്യും. എന്നാൽ ബെയർ മാർക്കറ്റിന്റെ ഭരണം കൂടുതൽ നിലനിന്നില്ല. ഒരു ധീരനായ പുതിയ കളിക്കാരൻ വെല്ലുവിളിക്കപ്പെടാൻ പോവുകയാണ്. ഇന്ത്യ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം ബുൾ റൺ കൊണ്ടുവരുന്ന മനുഷ്യൻ ഹർഷദ് മേത്ത. ഹർഷദ് മേത്തയുടെ വരവ് 1990കളുടെ തുടക്കത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ കൊടുങ്കാറ്റായി മാറി. മനേക്കിനെ പോലെ മേത്തയ്ക്ക് ബെയർ മാർക്കറ്റിനോട് താല്പര്യമില്ലായിരുന്നു. സ്റ്റോക്ക് പ്രൈസ് പമ്പ് ചെയ്യാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. എന്നാൽ ഹർഷദ് എങ്ങനെയാണ് മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്തത്? അയാൾ ബാങ്കിംഗ് സംവിധാനത്തിലെ പഴുതുകൾ മുതലെടുത്തു. വ്യാജ ബാങ്ക് റെസിപ്റ്റുകൾ ഉപയോഗിച്ച് വൻതോതിൽ പണം കടം വാങ്ങി. പിന്നീട് അദ്ദേഹം ഓഹരി വിപണിയിലേക്ക് പമ്പ് ചെയ്തു. ACC, അപ്പോളോ ടയർസ്, റിലയൻസ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ ഓഹരികൾ ഒറ്റ രാത്രി കൊണ്ട് കുതിച്ചുയർന്നു. പെട്ടെന്നുള്ള ലാഭം തേടി നിക്ഷേപകർ വിപണിയിലേക്ക് ഒഴുകിയെത്തി. ഹർഷദ് മേത്ത ഒരു സെലിബ്രിറ്റി ആയി തീർന്നു. മാഗസിൻ കവറുകളിൽ പ്രത്യക്ഷപ്പെട്ടു. തെറ്റൊന്നും ചെയ്യാൻ കഴിയാത്ത മനുഷ്യനായി വാഴ്ത്തപ്പെട്ടു. നിക്ഷേപകർ മേത്തയുടെ ബുൾ റണ്ണിന്റെ തരംഗത്തിൽ കയറുകയായിരുന്നു. എന്നാൽ ഇതൊരു അത്ഭുതമായിരുന്നില്ല. തകരാൻ കാത്തിരുന്ന ഒരു ചില്ലു കൊട്ടാരമായിരുന്നു അത്. അവരുടെ തന്ത്രങ്ങൾ വ്യത്യസ്തമായിരുന്നെങ്കിലും മനു മാണിക്കും ഹർഷദ് മേത്തയും കൂട്ടിയിടിക്കുമെന്ന് ഉറപ്പായി. മേത്തയുടെ ബുള്ളിഷ് ഉയർച്ച മനേക്കിന്റെ ബെയറിഷ് കാർട്ടലിന് ഭീഷണിയായി. ഒരിക്കൽ മനേക്കിന്റെ ബെയർ കാർട്ടൽ ഭരിച്ചിരുന്ന വിപണി ഇപ്പോൾ മേത്തയുടെ ബുള്ളിഷ് തരംഗത്താൽ അലറുകയാണ്. മേത്ത കൃത്രിമമായി വിലക്കയറ്റം നടത്തുമ്പോൾ മനേക്കും അദ്ദേഹത്തിന്റെ കാർട്ടലും കാത്തിരിക്കുകയായിരുന്നു. വിപണിയിൽ ഹർഷദിന്റെ ബലഹീനതയുടെ സൂചനകൾ കാണിക്കുമ്പോൾ കുതിക്കാൻ തയ്യാറായി. 1992 അനിവാര്യമായത് സംഭവിച്ചു. ഹർഷദ് മേത്തയുടെ ഫ്രോഡുകളും സ്കാമുകളും പുറത്തു വന്നു. ബാങ്ക് രസീതുകളിൽ അദ്ദേഹത്തിന്റെ കൃത്രിമം വെളിച്ചത്തു വന്നു. ഹർഷദ് ഉയർത്തിയ ഓഹരികൾ തകർന്നു. നിക്ഷേപകരുടെ സമ്പത്തിൽ കോടിക്കണക്കിന് സമ്പത്ത് നഷ്ടമായി. ബാങ്കിംഗ് സിസ്റ്റം പൊളിഞ്ഞു. ഒരിക്കൽ അദ്ദേഹത്തിനായി ആഹ്ലാദിച്ച നിക്ഷേപകർ ഇപ്പോൾ സ്വയം നശിച്ചു. ഇടിഞ്ഞ ഓഹരി വിലയിൽ നിന്ന് ബെയർ കാർട്ടലിന്റെ നേതാവ് മനു മാണിക്കും രാകേഷ് ജുൻജുൻവാല, ആർ.കെ. ദമാനി എന്നിവരെ പോലുള്ള വ്യക്തികൾക്ക് മാർക്കറ്റിന്റെ തകർച്ചയിൽ നിന്ന് വലിയ നേട്ടമുണ്ടാക്കാനായി. ഹർഷദ് മേത്തയുടെ വീഴ്ച വേഗത്തിലായിരുന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ ഓഹരി വിപണി സാമ്രാജ്യം തകർന്നു. ഒരിക്കൽ വിപണി ഭരിച്ചിരുന്ന ആ മനുഷ്യൻ സാമ്പത്തിക വഞ്ചനയുടെ പ്രതീകമായി മാറി. ഹർഷദ് മേത്ത സ്കാമിൽ വെറുമൊരു സാമ്പത്തിക തട്ടിപ്പായിരുന്നില്ല. അത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ എന്നേക്കുമായി മാറ്റിമറിച്ചു. ബലഹീനതകൾ തുറന്നുകാട്ടി. സെബിയുടെ പങ്ക് ശക്തിപ്പെടുത്തുന്ന പരിഷ്കാരങ്ങളിലേക്ക് നയിച്ചു. ഇതിനിടയിൽ മനു മാണിക് എന്ന ബ്ലാക്ക് കോബ്രയ്ക്ക് സ്കാമിൽ നേരിട്ട് പങ്കില്ലെങ്കിലും സെബിയുടെ ശക്തിപ്പെടുത്തുന്ന പരിഷ്കാരങ്ങൾ ബെയർ കാർട്ടലിന്റെ ഒരു യുഗത്തിന് അന്ത്യം കുറിച്ചു. ബെയർ കാർട്ടലിലെ നിരവധി അംഗങ്ങൾ വ്യത്യസ്ത റോളുകളിലേക്ക് മാറി. രാകേഷ് ജുൻജുൻവാല, ആർ.കെ. ദമാനി എന്നിവരെ പോലുള്ള വ്യക്തികൾ ഷോർട്ട് സെല്ലിങ്ങിൽ നിന്ന് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറുകയും പുതിയ നിയന്ത്രിത മാർക്കറ്റിൽ വിജയകരമായ സംരംഭകരും നിക്ഷേപകരുമായി മാറുകയും ചെയ്തു. ഇന്ന് ഹർഷദ് മേത്ത തന്റെ ധീരമായ സ്കാമിന്റെ പേരിൽ പലപ്പോഴും ഓർമ്മിക്കപ്പെടുമ്പോൾ മനു മാണിക് അത്ര അറിയപ്പെടാത്തതും എന്നാൽ തുല്യ പ്രാധാന്യമുള്ളതുമായ വ്യക്തിയായി തുടരുന്നു. രണ്ടുപേരും ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ഒരു ബുള്ളിഷ്, ഒരു ബെയറിഷ്.